മോഡി കേരളത്തിൽ വരുന്നത് മോഡിയുടെ ഒരു പ്രശ്നമുണ്ട്. അതിനെനിക്ക് തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചത്ര പല സീറ്റുകളും കിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ പോലും ആം ആദ്മി കോൺഗ്രസ് സഖ്യം ചെറിയ മാറ്റം ഉണ്ടാക്കും, ഡൽഹിയിൽ മാറ്റമുണ്ടാക്കും, ഹരിയാനയിൽ മാറ്റമുണ്ടാക്കും എന്നൊക്കെയുള്ള വലിയ തോതിൽ വർധനമുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ തിരിച്ചു പോയിട്ട് പോലും ബീഹാറിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. രാജസ്ഥാനും മധ്യപ്രദേശും കഴിഞ്ഞ തവണ കിട്ടിയ പോലെ കിട്ടില്ല, എന്തായാലും അതിനേക്കാൾ കുറയാൻ സാധ്യതയുണ്ട്. ബംഗാളിലും വലിയൊരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതുവരെ അവരൊക്കെ ചാഞ്ചാടി നിൽക്കുകയാണ്. ബിജു ജനതാദളൊക്കെ ചാഞ്ചാടി നിൽക്കുകയാണ്. എവിടെയാണ് വെയിറ്റ് കൂടുതലും ചാങ്ങട് മാറുന്ന ടീമാണ് അവരൊക്കെ. അപ്പൊ ചുരുക്കത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് ഇത്തവണ നോർത്ത് ഇന്ത്യയിൽ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 4 സൗ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇപ്പൊ 3 സൗയിൽ താഴെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ തന്നെ കണക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു സീറ്റ് കേരളത്തിലോ തമിഴ്നാട്ടിലോ കിട്ടുകയാണെങ്കിൽ അത് ഗംഭീരമാണ്, മാക്സിമം ഇടുക. രണ്ടാമതൊരു കാര്യം, ഇന്നലെ മോഡി വന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കാപട്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാപട്യം പറയുന്നതിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു അത്ഭുതമില്ല. അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല ഇന്നലെ പറഞ്ഞതെന്ന് ഞാൻ കണക്കാക്കണം. കാരണം പ്രധാനമന്ത്രി എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. എന്താ കാര്യം? ഇവിടെ കഴിഞ്ഞ തവണ വന്നിട്ട് പറഞ്ഞു സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ബന്ധമുണ്ട്. ഇതുവരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 വർഷത്തിൽ കൂടുതൽ കാലം ജയിലിൽ കിടന്നിട്ട് മുഖ്യമന്ത്രിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഒന്ന് ചോദ്യം ചെയ്യാൻ ഇഡിയും കീടിയും എല്ലാവരും ഇവിടെ ഉണ്ടായല്ലോ കുറെ കാലമായിട്ട്. എന്തൊക്കെ ബഹളായിരുന്നു, ബിരിയാണി ചെമ്പ്, അതൊക്കെ ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല. നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരാളുടെ മൊഴിയുടെ പുറത്താണ് പ്രധാനമായി. അയാൾ മാപ്പ് സാക്ഷിയായിരുന്നു. ആ മാപ്പ് സാക്ഷി 150 കോടി രൂപ ഈ ബോണ്ട് എടുത്ത ആളാണ്. അങ്ങനെയാണ് മാപ്പ് സാക്ഷിയായി കിട്ടിയത്. അയാളുടെ ഫാദറിലോ BJPയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ ഈ മാപ്പ് സാക്ഷിയുടെ വിശ്വാസ്യത വളരെ ഇല്ല. പിന്നെ PMLA നിയമത്തിന്റെ ചില കുരുക്കുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പൊ കെജ്രിവാൾ കിടക്കുന്നത്. ആ കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിൽ പിണറായി വിജയനെതിരെ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ചോദ്യം ചെയ്യാൻ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ മകളെയോ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആളുകളെയോ ഇതുവരെ ഒരു ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹം ഇപ്പൊ കരുവന്നൂരിനെ കുറിച്ചാണ് പറയുന്നത്. കരുവന്നൂർ വന്നിട്ട് എത്ര കാലമായി? എവിടെയാ കരുവന്നൂര്? എന്താ അവർ ചെയ്തത്? കുറെ ഇടി അവിടെ ചോദിക്കുന്നു, ഇവിടെ ചോദിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇതുവരെ ഏതോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുറച്ച് പണം കണ്ടു കെട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഇതുവരെ ഒന്നും കരുവന്നൂരിലും മുമ്പോട്ട് പോയിട്ടില്ല. മാസപ്പടിയുടെ കാര്യം മലയാള മനോരമ എഴുതുമ്പോഴല്ലല്ലോ മാസപ്പടിയുടെ കാര്യം കേന്ദ്ര ഗവൺമെന്റിന് അറിയാം. മാസങ്ങൾക്ക് മുമ്പ് അറിയാലോ. അത് എന്താ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഇതുവരെ ഒന്ന് പൊളിച്ചു നോക്കാതിരുന്നേ? മനോരമ എഴുതുകയും കേരളത്തിൽ ചർച്ചയാവുകയും ഇലക്ഷൻ വരികയൊക്കെ ചെയ്തപ്പോൾ ഉടനെ മാസപ്പടി എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പൊ ഞാൻ കണക്കാക്കുന്നത് ഇന്നലത്തെ മോഡിയുടെ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയല്ല. മാത്രമല്ല, BJP CPM അന്തർധാരയുണ്ട് എന്ന ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി പോലും അത് പറഞ്ഞിട്ടുണ്ട്. ആ അന്തർധാര ഇല്ല എന്ന് ജനങ്ങളോട് പറയാനും അയാളുടെ അണികളോട് പറയാനും വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്. ഒന്നാമത് മുഖ്യമന്ത്രിയെ വിരട്ടുകയാണ്. അത് തീർച്ചയായും ഒരു ബാർഗൈനിങ് അവിടെ നടക്കുന്നുണ്ട്. ബാർഗൈനിങ് എത്രത്തോളം ഇഫക്റ്റീവ് ആവും? ഇതിലൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വോട്ട് മറിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ലളിതമൊന്നുമല്ല കേരളം പോലൊരു സ്ഥലത്ത്. ഇപ്പൊ പാർട്ടി നേതാക്കൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇപ്പം ഉദാഹരണത്തിന് CPM തൃശ്ശൂരിൽ വോട്ട് മറിച്ച് BJPക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ചോദ്യം വരുന്നെങ്കിൽ അങ്ങനെ എളുപ്പമൊന്നുമല്ല. കാരണം CPMലെ ആളുകൾ വേണ്ടി വോട്ട് ചെയ്യാൻ, മുഖ്യമന്ത്രി അല്ലല്ലോ വോട്ട് ചെയ്യണേ. ഇപ്പൊ CPM BJPക്ക് വോട്ട് മറിക്കുന്നു എന്ന് പറഞ്ഞാൽ CPM ജില്ലാ സെക്രട്ടറി പോയി വോട്ട് ചെയ്താൽ വോട്ട് കിട്ടില്ലല്ലോ. അണികളോട് പറയണം. അണികളോടത് പറഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് പഴയ CPM ഒന്നുമല്ല. ഇന്നത്തെ നിലയ്ക്ക് അത് പിറ്റേ ദിവസം സർക്കുലർ മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ വരും, അല്ലെങ്കിൽ ചാനലുകൾ വരും. അങ്ങനെ വന്നാൽ പിന്നെ ആ സർക്കുലറിന് വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ മറച്ചു കൊടുക്കുക എന്നുള്ള എളുപ്പമല്ല. ചില ടെക്നിക്കുകൾ ഒക്കെ ഉപയോഗിച്ചേക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പാർട്ടി ടെക്നിക്കുകളുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്കെതിരായി പറയുക. ഉദാഹരണത്തിന് ഒരു സ്ഥാനാർത്ഥിയെ ഒന്ന് താത്തിക്കെട്ടുക എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ചില നേതാക്കന്മാർ പോലെ പ്രത്യേക തരത്തിൽ സംസാരിക്കുക. ഇങ്ങനെ ചില ടെക്നിക്കുകളൊക്കെ ഒഴിച്ചാൽ മറിച്ച് വോട്ട് കൊടുക്കുക എന്നുള്ളത്